നമസ്കാരം. ഞാൻ ഡോക്ടർ നന്ദിനി, കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ പൾമണോളജിസ്റ്റായി വർക്ക് ചെയ്യുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിച്ച വിഷയം കൂർക്കം വലിയാണ്. പലപ്പോഴും ആൾക്കാർ തമാശയായി പറയുന്ന കൂർക്കം വലിയെ പലപ്പോഴും വില്ലനായി മാറാം. സാധാരണ കണക്കനുസരിച്ച് ഒരു 45% ആൾക്കാർ സാധാരണ എപ്പോഴെങ്കിലുമൊക്കെ കൂർക്കം വലിക്കാറുണ്ട്. അത് പലപ്പോഴും ക്ഷീണിച്ചുറങ്ങും. നമ്മൾ പറയുമല്ലോ, ക്ഷീണിച്ച് കൂർക്കം വലിച്ചുറങ്ങുന്നു എന്നൊക്കെ. അങ്ങനെയാണ് സാധാരണ ഉണ്ടാവാറ്. പക്ഷേ ഇതൊരു ഹാബിച്വൽ സ്നോറിങ്, അതായത് സ്ഥിരമായുള്ള കൂർക്കം വലി ആകുമ്പോഴാണ് നമ്മളിതിനെ ശ്രദ്ധിക്കേണ്ടത്. ഏറ്റവും സാധാരണയായി നമ്മൾ കൂർക്കം വലി കാണുന്നത് അമിതവണ്ണക്കാരിൽ, അതായത് ഒബീസിറ്റി ഉള്ള ആൾക്കാരിലാണ്. വേറെ ചില അസുഖങ്ങളുള്ളവരും, അതായത് സ്ഥിരമായ ഹാർട്ടിൻ്റെ അസുഖം, കിഡ്നി പ്രോബ്ലംസ്, ലിവർ പ്രോബ്ലംസ്, അങ്ങനെ സ്ഥിരമായ ക്രോണിക് അസുഖങ്ങളുള്ള പലർക്കും ഈ കൂർക്കം വലി ഒരു പ്രശ്നക്കാരനായി മാറിയേക്കാം. അതുമാത്രമല്ല, അലർജി പ്രശ്നമുള്ളവർ, തൈറോയിഡിൻ്റെ അസുഖങ്ങളുള്ളവർ എന്നിവർക്കും ഇത് പ്രശ്നമാവുന്നത് എപ്പോഴാണ്? നമ്മൾ സ്ലീപ്പ് അപ്നിയ എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥയിലേക്ക് ഇത് മാറുന്നുണ്ടോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഏതൊക്കെ കൂർക്കം വലിക്കാറില്ല, എന്തൊക്കെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിലാണ് നമ്മൾ ഈ കൂർക്കം വലിയെ കാര്യമായി എടുക്കേണ്ടത്? അത് ചിലർക്ക് രാത്രികാലങ്ങളിലുള്ള ലക്ഷണങ്ങളാവാം, അതുപോലെ തന്നെ പകൽ സമയത്തുള്ള ലക്ഷണങ്ങളും ആവാം. അത് രാത്രികാലങ്ങളിൽ സ്ഥിരമായുള്ള കൂർക്കം വലി, അത് വളരെ ശബ്ദത്തോടെയുള്ള കൂർക്കം വലി ഒന്ന്. സാധാരണയായി ഇതിൻ്റെ പ്രശ്നം വരുന്നത് ബെഡ് പാർട്ട്നേഴ്സ്, അവരാണ് സാധാരണ പരാതിയുമായി എത്താറ്. കാര്യം അവർക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല അതുകൊണ്ട്. അപ്പോൾ കൂർക്കം വലിക്കാരിൽ ഏറ്റവും വലുത് ശബ്ദം, നോയ്സ് പൊല്യൂഷൻ തന്നെയാണ് ഒന്ന്. അതുമാത്രവുമല്ല, കുറെ അധികം സമയം ശ്വാസ തടസ്സം, അതായത് ശ്വാസം ഉള്ളിലേക്കും ഇല്ല പുറത്തേക്കും പോവാതെ ഇരിക്കുന്ന രീതിയിലുള്ള ശ്വാസ തടസ്സം വരുന്നുണ്ടോ, അത് ഒരു ഏകദേശം 8-10 സെക്കൻഡോളം നീണ്ടു നിൽക്കുന്ന ഒരു തടസ്സം വരുന്നുണ്ടോ എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട മറ്റൊരു സംഗതി. അതുപോലെ തന്നെ പല ആവർത്തി യൂറിൻ പോകാൻ വേണ്ടി ബാത്റൂമിലേക്ക് പോകുന്നതും ഇതിൻ്റെ ഒരു ലക്ഷണമായേക്കാം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കൂർക്കം വലിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലെ ഓക്സിജൻ്റെ അളവ് കുറയാം. അതുപോലെ തന്നെ പൾസ് റേറ്റിൽ വേരിയേഷൻസ് വരാം. ഓക്സിജൻ്റെ അളവ്, ശ്വാസത്തിന് തടസ്സം നേരിടുന്ന സമയത്ത് ഓക്സിജൻ്റെ അളവ് കുറയുകയും അതുമൂലം നമ്മുടെ ഉറക്കം ഡിസ്റ്റർബ്ഡ് ആവുന്നു. അപ്പോൾ ഡിസ്റ്റർബ്ഡ് സ്ലീപ്പാണ് ഇതിൻ്റെ ഒരു മെയിൻ ലക്ഷണം. ആ സ്ലീപ്പ് ഡിസ്റ്റർബൻസിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഈ പല ആവർത്തി ഉണരുകയും പല ആവർത്തി നല്ല ഡീപ്പായിട്ടുള്ള ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഒരു ലൈറ്റർ സ്ലീപ്പിലേക്ക് പോവുകയും, അതുപോലെ തന്നെ അതുകൊണ്ട് നമ്മൾ ഞെട്ടി ഉണരുകയും, അത് പലപ്പോഴും കണ്ണ് തുറന്ന് നമ്മൾ എവിടെയാണ് എന്താണെന്ന് അറിയുന്ന ലെവലിലേക്ക് എത്തണമെന്നില്ല, പക്ഷേ ആ ലൈറ്റർ സ്ലീപ്പിലേക്ക് എത്തുകയും അതുകൊണ്ട് നമ്മൾ ബാത്റൂമിലേക്ക് ഇടയ്ക്കിടയ്ക്ക്, അപ്പം പല ആവർത്തി യൂറിൻ പോകാനായി എഴുന്നേക്കേണ്ടി വരുന്ന, രാത്രിയിൽ പലതവണ എഴുന്നേക്കേണ്ടി വരുന്ന ആൾക്കാരിലും നമ്മളിത് ഒരു ഈ കൂർക്കം വലി, സ്ലീപ്പ് അപ്നിയ എന്നിവ സാധനങ്ങൾ ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഉറക്കത്തിൽ ഞെട്ടൽ, അതായത് ഒരു പാനിക് അറ്റാക്ക് മാതിരി ആരോ നമ്മെ ശ്വാസം മുട്ടിക്കുന്ന രീതിയിലുള്ള സ്വപ്നങ്ങൾ കാണുന്ന പോലെയാണ് പലരും വന്ന് പറയാറുള്ളത്. അപ്പോൾ അതും ഈ ഉറക്കത്തിലുള്ള ഞെട്ടലും ഒരു പാനിക്കിൻ്റെ സിംറ്റംസും ഒക്കെ ഇതിൻ്റെ ലക്ഷണങ്ങളാവാം. വളരെ ചുരുക്കം ആൾക്കാരിൽ അപസ്മാരത്തിൻ്റെ പ്രശ്നം, രാത്രി കാലങ്ങളിൽ മാത്രം വരുന്ന അപസ്മാരത്തിൻ്റെ പ്രശ്നവും ഈ സ്ലീപ്പ് അപ്നിയ എന്നുള്ള രോഗാവസ്ഥയുടെ ലക്ഷണമാവാം. ഇത് രാത്രി ഉറക്കം കഴിഞ്ഞ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ സ്ലീപ്പ് വളരെയധികം ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ എന്തായിരിക്കും, രാവിലെ നമുക്ക് ഭയങ്കരമായിട്ട് ഉറക്കം ക്ഷീണം വരും. രാവിലെ എത്ര സമയം ഉറങ്ങി എഴുന്നേറ്റാലും രാവിലെ ആവുമ്പോൾ ഭയങ്കരമായ ക്ഷീണം അനുഭവപ്പെടുന്നു. അതാണ് ഇതിൻ്റെ മറ്റൊരു പ്രധാനമായിട്ടുള്ള ലക്ഷണം. അതുപോലെ തന്നെ പകൽ മുഴുവനും നമുക്ക് അകാരണമായിട്ടുള്ള ക്ഷീണം അനുഭവപ്പെടുക, ഒന്നിനോടും ഒരു താല്പര്യമില്ലായ്മ, അതൊക്കെ ഇതിൻ്റെ ലക്ഷണമായേക്കാം. അതുപോലെ തന്നെ പലരും പറയുന്ന ഒരു ഇതാണ്, മീറ്റിങ്ങിനൊക്കെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ സാധാരണ ആക്റ്റീവായി ഇരുന്ന് ചെയ്യേണ്ട പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉറക്കം തൂങ്ങിപ്പോവുക. അപ്പോൾ രാവിലെ ഇരുന്ന ഇരിപ്പിൽ ഇങ്ങനെ ഉറക്കം തൂങ്ങിപ്പോകുന്ന പലരാൾക്കാർ, അത് പ്രായമുള്ള ആൾക്കാരിൽ അത് വളരെയധികം കൂടുതലാണ്. പലപ്പോഴും ഇത് എൽഡർലി ആൾക്കാരിൽ ഇത് നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു രോഗലക്ഷണവുമാണ്. ഇത് ലോങ് ടേമിൽ വളരെയധികം രോഗങ്ങളുടെ കാരണമായി ഈ സ്ലീപ്പ് അപ്നിയ മാറിയേക്കാം. ഒന്ന്, ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ തുടങ്ങിയ രോഗങ്ങൾ വളരെയധികം കോമൺ ആയി ഇവരിൽ കാണപ്പെടുന്നു. അത് ഒരു പെർസെൻറ്റേജ് വരെ ഇത് ഒബീസിറ്റിയുമായും റിലേറ്റഡ് ആയിരിക്കാം. കാരണം ഒബീസിറ്റി ഉള്ളവർക്കാണ് നമുക്ക് സ്ലീപ്പ് അപ്നിയ കാണുന്നത്. അവരിൽ തന്നെയാണ് നമ്മൾ ഈ ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസ് തുടങ്ങിയ അസുഖങ്ങളും വളരെ കോമൺ ആയി കാണുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് ഒരു ഹൈപ്പർ ടെൻഷൻ, അതായത്
ബ്ലഡ് പ്രഷറിന് വേണ്ടി BP വേണ്ടി നമ്മൾ 2 അതിലധികമോ മരുന്ന് കഴിച്ചാണ് നമ്മളിതിൽ കൺട്രോൾ ചെയ്യേണ്ടി വരുന്നതെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം ഈ കൂർക്കം വലി അല്ലെങ്കിൽ സ്ലീപ്പ് ആപ്നിയ. ഈ പറയണ കൂർക്കം വലി വലിയ സിഗ്നിഫിക്കൻ്റായി ഇല്ലെങ്കിൽ പോലും നമ്മൾ അവരെ ടെസ്റ്റ് ചെയ്ത് നോക്കണമെന്നാണ്. അതുപോലെ തന്നെ നമുക്ക് ഹാർട്ടിൻ്റെ അസുഖങ്ങൾ വരാൻ, ഹാർട്ട് ഫെയിലിയർ, ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, ഇതിൻ്റെ ഒക്കെ ഒരു മെയിൻ റിസ്ക് ഫാക്ടർ ഇപ്പോഴത്തെ പഠനങ്ങളിൽ കാണുന്നത് ഈ സ്ലീപ്പ് ആപ്നിയ തന്നെയാണ്. ഇങ്ങനെയുള്ള അസുഖങ്ങൾ റിക്കറൻ്റ് ആയിട്ട് വരുന്നിട്ടുള്ളവരോ അല്ലെങ്കിൽ വേറെ കാരണങ്ങളില്ലാതെ ഈ വക അസുഖങ്ങൾ വന്നിട്ടുള്ളവരും നമ്മൾ ഈ ഒരു സ്ലീപ്പ് ആപ്നിയൻ്റെ, പ്രത്യേകിച്ചും അവർ ഒബീസ് ആണെങ്കിൽ സ്ലീപ്പ് ആപ്നിയയുടെ ചെക്കപ്പ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഈ സ്ലീപ്പ് ആപ്നിയയുടെ ഒരു മേജർ പ്രശ്നം എന്ന് പറയുന്നത് പലർക്കും ഈ ഡിമെൻഷ്യ, ഓർമ്മക്കുറവ്, പല നമ്മൾ വെച്ച സാധനങ്ങൾ എവിടെയാണെന്നുള്ളത് ഓർമ്മയില്ലാതെ വരിക, അതൊക്കെ ഇതിൻ്റെ ഒരു ലക്ഷണമാവാം. അതുപോലെ തന്നെ സെക്ഷുവൽ ഡിസ്ഫങ്ഷൻ, ഇമ്പോർട്ടൻസ്, ഇതൊക്കെ ഈ ഇതിൻ്റെ, അതായത് ലൈംഗിക താല്പര്യമില്ലായ്മ പലരിലും, അതൊക്കെ ഈ നമ്മുടെ ഡേ ടൈം ഉറക്കത്തിൻ്റെയും ലക്ഷണങ്ങളാവാം. അപ്പോൾ ഇതൊക്കെ ഒരു കാരണമായി ഇതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻസ് ആയിട്ട് പലപ്പോഴും കാണാറുണ്ട്. അപ്പോൾ ഈ ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതിനുള്ള പരിശോധന ചെയ്ത് നോക്കലാണ് വളരെ അത്യാവശ്യമായി ചെയ്യേണ്ടത്. അതിന് പറയുന്നത് സ്ലീപ്പ് സ്റ്റഡി എന്നാണ്. സ്ലീപ്പ് സ്റ്റഡി നമ്മൾ രാത്രിയിലെ ഉറക്കത്തിൻ്റെ സമയത്ത്, അത് സാധാരണയായി ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതല്ല, നമുക്ക് ചില കേസുകളിൽ നമുക്കത് വീട്ടിലും ഹോം സ്റ്റഡി ആയിട്ടും ചെയ്തു നോക്കാം. പക്ഷേ ഇൻ ഹോസ്പിറ്റലിൽ ചെയ്യുന്നതാണ് കുറച്ചും കൂടെ റിലയബിൾ ആയിട്ടുള്ള ടെസ്റ്റ്. അതിൽ നമ്മുടെ എത്ര തവണ ഈ തടസ്സം നേരിടുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. എത്ര തവണ തടസ്സം വരുന്നു, എത്ര തവണ ഓക്സിജൻ്റെ ലെവൽസ് കുറയുന്നുണ്ടോ, ഏത് ലെവൽ വരെ കുറയുന്നുണ്ട്, അതുപോലെ തന്നെ പിന്നെ ഹാർട്ട് ബീറ്റ്, EEG തുടങ്ങിയ വേരിയബിൾസാണ് നമ്മൾ ഇതിനകത്ത് നോക്കുന്നത്. സ്ലീപ്പ് അപ്നിയയുടെ ചികിത്സയുടെ ഭാഗമായി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ തന്നെയാണ്. അതായത് നമ്മൾ ഡെയിലി ഉള്ള എക്സസൈസ്, വെയ്റ്റ് റിഡക്ഷൻ. പക്ഷേ നമ്മൾ ഈ വെയ്റ്റ് റിഡക്ഷൻ അത്ര ഈസി അല്ല എന്ന് എല്ലാവർക്കും അറിയാം. കാരണം നമ്മൾ 1-2 കിലോ കുറയ്ക്കണമെങ്കിൽ തന്നെ എത്ര കഷ്ടപ്പെടണം എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ ടെസ്റ്റിങ്ങിൽ പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ കൺകറൻ്റായിട്ട് ഈ ട്രീറ്റ്മെൻറ്റ് ആരംഭിക്കുകയും അതിൻ്റെ കൂടെ തന്നെ ഈ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നതാണ് ഏറ്റവും അഭികാമ്യം. അപ്പോൾ എക്സസൈസ്, പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ട ചില സംഗതികളുള്ളത്, ഒന്ന് അസിഡിറ്റി ഉള്ളവർ അത് ട്രീറ്റ് ചെയ്യുക, ആൽക്കഹോൾ ഉപയോഗിക്കുന്നത് നിർത്തുക. കാര്യം ആൽക്കഹോൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരം വീണ്ടും മസിൽസൊക്കെ വളരെയധികം റിലാക്സ്ഡ് ആവുകയും കൂർക്കം വലിയുടെ തോത് വളരെയധികം കൂടുകയും ചെയ്യുന്നതായിട്ട് കാണാറുണ്ട്. അതേപോലെ തന്നെയാണ് സ്മോക്കിംഗ് ഉള്ളവരിലും ഈ കൂർക്കം വലിയുടെ പ്രശ്നം വളരെ കൂടുതലായിട്ട് കാണാറുണ്ട്. അതുകൊണ്ട് സ്മോക്കിംഗ്, ആൽക്കഹോൾ തുടങ്ങിയ അഡിക്ഷൻസ് എല്ലാം എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റോപ്പ് ചെയ്താൽ ഇതിന് വളരെയധികം വ്യത്യാസം കാണാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വെയ്റ്റ് റിഡക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഏകദേശം ഒരു 10% വെയ്റ്റ് റിഡക്ഷൻ വന്നാലാണ് നമ്മുടെ ഈ സ്ലീപ്പ് ആപ്നിയയിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കാണുക. അപ്പോൾ അത് കുറച്ച് ടൈം എടുക്കുന്ന ഒരു സംഗതിയാണ്. കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള എക്സസൈസസും മോഡിഫിക്കേഷൻസും ഉണ്ടെങ്കിൽ മാത്രമേ അത് അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ തൈറോയിഡിൻ്റെ അസുഖങ്ങളുള്ളവർ അത് ട്രീറ്റ് ചെയ്യുക, നേസൽ അലർജി ഉള്ളവർ അത് ട്രീറ്റ് ചെയ്യുക. അതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ട ഒരു ജനറൽ കാര്യങ്ങൾ. അത് കൂടാതെ ഇതിൽ തടസ്സം, ഈ ശ്വാസതടസ്സം ഉണ്ടാവുന്നതിൻ്റെ തോതനുസരിച്ച് പലർക്കും CPAP എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റാണ് വേണ്ടി വരിക. അതായത് ഈ അടഞ്ഞിരിക്കുന്ന ശ്വാസനാളികളെ ഒരു പ്രഷർ കൊടുത്ത് നമ്മൾ ഓപ്പൺ ചെയ്തു വെക്കുന്ന ട്രീറ്റ്മെൻറ്റാണത്. അത് വളരെ ഒരു എന്താ പറയുക, നമ്മുടെ നെബുലൈസേഷൻ മെഷീൻ പോലെയുള്ള ഒരു ചെറിയ സൈസിലുള്ള ഒരു മെഷീനാണ്. അത് വെച്ചിട്ട് ഒരു ചെറിയ മാസ്ക് വെക്കുക. അത് വെക്കുമ്പോൾ പലർക്കും അങ്ങനെ വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അത് മാസ്ക് ഉപയോഗിച്ചിട്ടാണ് അതിൻ്റെ ട്രീറ്റ്മെൻ്റ് ഉള്ളത്. അങ്ങനെ ചിട്ടയായ ജീവിത ശൈലിയിലെ വ്യത്യാസങ്ങളും വെയ്റ്റ് റിഡക്ഷൻ, ഈ ശരിയായ ട്രീറ്റ്മെൻറ്റ് എന്നിവ കൊണ്ട് നമുക്ക് ഈ സ്ലീപ്പ് അപ്നിയനെ വരുതിയിലാക്കാൻ പറ്റും. അതുമാത്രമല്ല, നമുക്ക് ഇതുകൊണ്ടുണ്ടാവുന്ന കോംപ്ലിക്കേഷൻസ്, അതായത് നമുക്ക് ഈ ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസ്, ബാക്കിയുള്ള ഹാർട്ടിൻ്റെ അസുഖങ്ങൾ, അതിൻ്റെ എല്ലാം ഒരു പരിധി വരെ നമുക്ക് ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാനും ഈ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് മൂലം സാധിക്കും.